സർ, ഈ ജീവാനന്ദം ഇൻഷുറൻസ് പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട സർവീസ് സംഘടനകളുമായി വേണ്ടത്ര കൂടിയാലോചന നടത്തിയിട്ടുണ്ടോ? വിരമിച്ചതിന് ശേഷം നല്ല വരുമാനം ലഭിക്കുന്ന സ്കീമാണെങ്കിൽ ജീവനക്കാർ സർവാത്മന ഇതിനെ പിന്തുണക്കുമല്ലോ. നടപ്പിലാക്കുമ്പോൾ ഇതിനൊരു ഏജൻസി വേണം. ഏത് ഏജൻസിയാണ് ജീവാനന്ദം പദ്ധതി ഏൽപ്പിച്ചിരിക്കുന്നത്? ആ ഏജൻസി മറ്റേതെങ്കിലും സ്കീമുകൾ ഇതുപോലെ നടപ്പിലാക്കുന്നുണ്ടോ? മിനിസ്റ്റർ. ജീവാനന്ദം പദ്ധതിയുടെ നടത്തിപ്പിനെ സംബന്ധിച്ച് തന്നെയാണല്ലോ ചോദിച്ചത്. നടപ്പിലാക്കുന്ന ഏജൻസി അത് സാർ സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിൻ്റെ ഒരു പദ്ധതിയായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് നിലവിൽ നമ്മുടെ ഇൻഷുറൻസ് പദ്ധതികൾക്ക് ഒരു പദ്ധതിയിലും ആനുവിറ്റി മോഡില്ല. നമുക്ക് ധാരാളം പദ്ധതികളുണ്ട് സാർ. നമ്മുടെ വകുപ്പ് നടത്തുന്ന കുറേയേറെ പദ്ധതികളുണ്ട്. അതിനകത്ത് സംസ്ഥാന ലൈഫ് ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞിട്ട് SLI ഉണ്ട്, ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയുണ്ട്, ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പദ്ധതിയുണ്ട്, ഒരുമ പദ്ധതി, മറ്റ് ജനറൽ ഇൻഷുറൻസ് പദ്ധതിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ പദ്ധതി സാർ ഇതുമായി നമ്മുടെ പദ്ധതിയിൽ പെൻഷൻ ആനുകൂല്യമില്ലാത്ത, വരുമാനമില്ലാത്ത ആളുകൾക്ക് അവർക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു വരുമാനം കിട്ടാനുള്ള ഒരു പദ്ധതിയെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്, പരിശോധനയാണ്. അതനുസരിച്ച് താല്പര്യമുള്ള ആളുകൾക്ക് അവർക്ക് ഈ പണം അടച്ച് കൃത്യമായിട്ട് ആനുവിറ്റി മോഡിൽ അവരുടെ മരണം വരെ കിട്ടുന്ന ഒരു പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത്. പക്ഷേ ആ വിഭാവനം ചെയ്യുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ഇൻഷുറൻസ് വകുപ്പ് തന്നെയായിരിക്കും, സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ്. പക്ഷേ അത് നടപ്പിലാക്കണമെങ്കിൽ ഇൻഷുറൻസ് സംബന്ധിച്ച് പഠിക്കുന്നതിന് ആക്ച്വറിയൽസ് ഉണ്ട്, ആക്ച്വറിയൽ സയൻസ് ഉണ്ട്. ആക്ച്വറിയെ ഏൽപ്പിച്ച് അവരുടെ പഠനം എടുത്ത് അതുവഴി കാര്യങ്ങൾ കിട്ടുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ ആലോചിച്ചിട്ടുള്ളത്. അത് നടപ്പിലാക്കി വരുമ്പോൾ താല്പര്യമുള്ളവർക്ക് ചേരാം. സാർ, ഇപ്പോൾ നമ്മുടെ സർക്കാർ ജീവനക്കാരാണ് പൊതുവിൽ ഈ ഇൻഷുറൻസ് പദ്ധതിയുള്ളത്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ സഹകരണ മേഖലയിലും യൂണിവേഴ്സിറ്റിയിലുള്ളവരെ ഇത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പൊതുമേഖലയിലും ഉള്ളവരെ ചില പദ്ധതികൾ ചേർത്തിട്ടുണ്ട്. പൊതുമേഖലയിലും സഹകരണ മേഖലയിലൊന്നും ഇതേപോലുള്ള പെൻഷനില്ല, ആനുവിറ്റി ഇല്ല. അങ്ങനെയുള്ളവർക്ക് സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ ഒരു ആനുവിറ്റി സമ്പ്രദായം കിട്ടുന്നുവെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. സർക്കാരിൻ്റെ ഗ്യാരണ്ടി ഉണ്ട്. അങ്ങനൊരു കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് സാർ ആലോചിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ ജീവാനന്ദം ഇൻഷുറൻസ് പദ്ധതിയിലൂടെ സമാഹരിക്കുന്ന തുക ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയാണ്, ഒരു സൂത്രപ്പണിയാണ് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ പ്രചരണം ഇതിനെതിരായിട്ടുള്ളൊരു പ്രചരണമായിട്ടാണ് കാണേണ്ടത്. ഈ സാഹചര്യത്തിൽ ഇതിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിന് വിശദീകരിക്കാനുള്ളത്? മിനിസ്റ്റർ. സാർ, ഈ ജീവാനന്ദ പദ്ധതി കഴിഞ്ഞ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തതാണ്. ആ ബഡ്ജറ്റിൽ പല പുതിയ പദ്ധതി അനൗൺസ് ചെയ്തതിൻ്റെ ഭാഗമായി ഇതും അനൗൺസ് ചെയ്തു. ഞങ്ങൾ ഇങ്ങനൊരു കാര്യം നടപ്പിലാക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു. അതിൻ്റെ പഠനം നടക്കുന്നതേ ഉള്ളൂ. അത് സംബന്ധിച്ച് ആക്ച്വറിയൽ ഏജൻസിയെ ഏൽപ്പിക്കാനായിട്ട് ഒരു ഓർഡർ ഇട്ടു. അതിന് പറ്റുന്ന ആളെ ഏൽപ്പിക്കണം. ഈ ഘട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് സംസ്ഥാനത്ത് ഇത്രയേറെ പ്രതിഷേധം അതിനുയർന്നു വന്നതെന്ന് മനസ്സിലായതേ ഇല്ല. കാരണം ജീവനുണ്ടെങ്കിൽ ജീവാനന്ദം നടപ്പിലാക്കില്ല എന്നാണ് പ്രമുഖനായൊരു നേതാവിൻ്റെ പ്രസ്താവനയും പ്രസംഗം കണ്ടത്. ജീവനുണ്ടെങ്കിൽ ആർക്കും ജീവന് ഇത്തരം ഒരു ആനുകൂല്യം കൊടുക്കില്ല എന്ന് നമ്മൾ പറയേണ്ട കാര്യം എന്താ? സാർ, ഇത് സാധാരണ ആളുകളെ സഹായിക്കാൻ പറ്റുന്നൊരു പദ്ധതി. ഇതിനകത്ത് നമ്മുടെ സ്റ്റേറ്റ് ഇൻഷുറൻസ് വകുപ്പ് എത്രയോ കാലമായി പ്രവർത്തിക്കുന്നതാണ്. ഇൻഷുറൻസ് ഇത്തരം സംവിധാനം, സർക്കാർ ജീവനക്കാരുടെ ഇൻഷുറൻസ് 19-ാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങിയിട്ടുള്ളതാണ് പല പദ്ധതികളും. ആ പദ്ധതിയുടെ തുടർച്ചയായിട്ടാണ് ഏറ്റവും ഗ്യാരണ്ടി ഉള്ള സംഗതിയാണ് ഇതിൻ്റെ പണം എടുത്ത് വേറൊരു കാര്യത്തിന് എങ്ങനെ ചെലവഴിക്കാൻ പറ്റുക. അങ്ങനെ പണം എടുത്ത് ചെലവഴിക്കുന്നില്ല. നമ്മുടെ ഇൻഷുറൻസിനെ സംബന്ധിച്ച് വളരെ നല്ല പദ്ധതികൾ ധാരാളമുണ്ട്. സാർ, നമുക്ക് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തന്നെ കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ ഒരു നിലവിലുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി തന്നെ നേരത്തെ ആക്സിഡൻറ്റ് മരണത്തിന് മാത്രമേ 10 ലക്ഷം കിട്ടുമായിരുന്നുള്ളൂ. സ്വാഭാവിക മരണത്തിനില്ല. സർക്കാർ ജീവനക്കാർ 5.5 ലക്ഷം വരുന്ന സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് സ്വാഭാവിക മരണത്തിനൊന്നും കിട്ടുമായിരുന്നില്ല. അതിന് പകരം അപകട മരണത്തിന് 15 ലക്ഷമായി വർദ്ധിപ്പിച്ചു. സ്വാഭാവിക മരണത്തിന് ഇതാദ്യമായി 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ തീരുമാനിച്ചു. സാർ, ഇങ്ങനെ സർക്കാർ ജീവനക്കാർക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു ഇൻഷുറൻസ് ആനുകൂല്യം ഉൾപ്പെടെ കഴിഞ്ഞ വർഷം കൊടുത്താണ്. ഇങ്ങനെയുള്ള പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നു. അതിനകത്ത് ആ ഇൻഷുറൻസിൻ്റെ പ്രത്യേക രീതിയിലാണ് അതിൻ്റെ അക്കൗണ്ടും എല്ലാം സൂക്ഷിക്കുന്നത്. അതെങ്ങനെയാണ് സർക്കാരിന് എടുക്കാൻ പറ്റുക? ഇത്തരം ഒരു പെൻഷനും ഒരു ആനുകൂല്യം ഇല്ലാത്തവർക്ക് വേണ്ടി ഒരു പദ്ധതി സർക്കാർ ഗ്യാരണ്ടി തുടങ്ങണ്ട എന്നാണെങ്കിൽ അത് വിമർശിക്കുന്നവർക്ക് അത് പറയാം. പക്ഷേ അങ്ങനെ ഒരു കാര്യമല്ല ആലോചിച്ചിട്ടുള്ളത്. അതിനകത്ത് വേറെ പൊതു താല്പര്യമല്ലാതെ വേറൊരു താല്പര്യം ഇത് പറ്റില്ല.